Praise the Lord. परमेश्वर की स्तुति हो। Hallelujah. हालेलुया, Hallelujah. हालेलुया, Hallelujah. हालेलुया, Hallelujah. हालेलुया। ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന സ്തുതി മാത്രമാണ്. परमेश्वर का अगर हम कुछ दे सकता है केवल वो धन्यवाद ही है। നമ്മുടെ പൈസ ഒന്നും കർത്താവിന് വേണ്ട. हमारा कोई भी पैसा परमेश्वर को नहीं चाहिए। അത് നാം കർത്താവിന് വേറെ ചെയ്യുന്നവർക്കുള്ളതാണ്. वो परमेश्वर के सेवकाई के लिए, सेवकों के लिए हम देते हैं। Hallelujah. हालेलुया। നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത് why suffering. हम यहाँ पर मनन करने जा रहे हैं क्लेश या तकलीफ क्यों है। പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്താഗതി ഈ കഷ്ടങ്ങൾ വരുന്നത് പിശാചിന്റെ ഒരു പണിയാണെന്നുള്ളത്. कई बार हम सोचते हैं कि पीड़ा या परेशानी मसीही जीवन में जो आता है शैतान का चाल है, शैतान लाता है। എന്തു പറ്റിയാലും നമ്മൾ പറയും പിശാച് സമ്മതിക്കുന്നില്ല. कुछ भी होता है, कुछ भी बाधा आते हैं तो हम तुरंत शैतान को उसका श्रेय देने लग जाते हैं। എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. लेकिन आपको समझने की चंद बातें हैं ये। പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. शैतान हमारा कुछ भी नहीं कर सकता। ഒരു ദൈവത്തിന്റെ രോമത്തെ തൊടാൻ അവനെ കൊണ്ട് പറ്റില്ല. एक परमेश्वर के संतान के कोई बाल बांका शैतान नहीं कर सकता। Praise the Lord. हालेलुया। ചിലർക്ക് വിശ്വസിക്കാൻ പ്രയാസം. कुछ लोग विश्वास करने में असफल हो रहे हैं। നമ്മൾ ദൈവവൈതലായി തീരുന്ന അന്ന് മുതൽ, जब से हम परमेश्वर के संतान बन जाते हैं उस क्षण से, അന്ന് മുതൽ നമുക്ക് उस समय से हमारे लिए, നമ്മുടെ ഭവനത്തിന്, हमारे परिवार के लिए, घर के लिए, നമുക്കുള്ളതിനൊക്കെയും हमारे सब संपत्ति के ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലായും पर चारों ओर स्वर्गदूतों का पहरा है। സംശയമുള്ളവർ യോബിന്റെ 1-ാം അധ്യായം വായിച്ചാൽ മതി. अगर जिसको शक हो तो अय्यूब की पुस्तक के पहले अध्याय को पढ़ ले। Praise the Lord. हालेलुया। ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ തെരഞ്ഞെടുക്കുന്ന അന്ന് മുതൽ, इधर भारत के प्रधानमंत्री या प्रेसिडेंट को चुनने के उस दिन से लेकर के അവർക്ക് Z കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ട്. उनको Z+ कैटेगरी का सुरक्षा है। എന്ന് അവർ പ്രധാനമന്ത്രിയാകുന്ന ഡിക്ലറേഷൻ വന്നാൽ മതി, അപ്പോൾ തന്നെ അവർക്കും അവരുടെ വീടിനും അവർ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഭയങ്കര സെക്യൂരിറ്റി. जैसे ही वो उसके चुनाव में वो जीत गया है करके घोषणा हो जाता है, उनके चारों ओर, उनके सब कुछ के चारों ओर, उनके परिजनों के चारों ओर पहरा बिठा दिए जाते हैं। അതുപോലെ ഒരു ദൈവവൈതൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മുതൽ നമ്മുടെ ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ നമുക്കുണ്ട്. इसी मुताबिक व्यक्ति जो परमेश्वर का संतान बन जाता है उस क्षण से परमेश्वर का पहरा हमारे और हमारे चारों ओर है। ദൈവം ചോദിച്ചതുപോലെ നമുക്കും ഇപ്പൊ തോന്നും, പിന്നെ എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ വരുന്നതെന്നുള്ളത്. लेकिन कई बार गिलियन जिस तरह से पूछा, हमारे अंदर भी, हमारे जहन में भी ये सवाल उठता है, तो अगर ऐसा है तो क्यों कर हमारे जीवन में क्लेश तकलीफ आते हैं। Praise the Lord. Hallelujah. हालेलुया। ദൈവത്തിന് നന്ദിയോടെ അതിന് ചില കാരണങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. उसका कुछ कारणों को मनन करेंगे। ഈ ഞാൻ നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാനായിട്ട് ഒരു കാര്യം കൂടെ പറയാം. आपके विश्वास को बढ़ाने, मजबूत करने के लिए मैं एक बात और कहूंगा। പിശാചിന് നമ്മളെ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമായിരുന്നു എങ്കിൽ, अगर शैतान हमारा कुछ भी करने के लिए समर्थ होता तो ഒരു വിശ്വാസിക്ക് പോലും ഒരു ലോക മനുഷ്യർ പോലും രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. कोई भी मनुष्य उद्धार नहीं पा सकता था। ഒരു പാസ്റ്റർക്കും സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല. कोई भी पासवान सुसमाचार प्रचार नहीं कर सकता था। 67 വർഷങ്ങൾ കർത്താവിന്റെ ദാസൻ ഈ ലോകം മൊത്തം ചുറ്റും നടന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ കാരണം ദൈവത്തിന്റെ കാവലുണ്ടായിരുന്നോണ്ടാണ്. 60 से अधिक वर्ष परमेश्वर की सेवकाई करने के लिए विश्व भर में भ्रमण करके परमेश्वर ने दास सेवकाई क्यों किया है कि परमेश्वर का पहरा उनके चारों ओर थे। ഒരിക്കൽ എന്റെ വീട്ടിന്റെ പടിക്കല് ഒരു മീറ്റിംഗ് നടന്നു. मेरे घर के सामने एक सभा आयोजन हुई। അന്ന് സിസ്റ്റർ മേരി കോവൂർ ഒരു ദിവസം സംസാരിച്ചു. तब बहन मेरी कोवूर ने भाषण दिए एक दिन। അന്ന് ആ പുള്ളിക്കാരി പറഞ്ഞ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. उस बहन सिस्टर ने जो मिसाल दिया था, ഒരമ്മാമ സിസ്റ്ററിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, एक बहन उनके घर में जाकर के बोली, കുഞ്ഞോള് കൊച്ചമ്മേ ഭയങ്കര പോരാട്ടമാ, പ്രാർത്ഥിക്കണമെന്ന്. सिस्टर जी बहुत बड़ी पीड़ा है, बहुत ध्वंस हो रहा है, शैतान बहुत तंग कर रहे हैं, वो प्रार्थना करो। എന്തോ അതിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു. पूछा कि क्या है तुम्हारी समस्या। ഒന്ന്, ഞങ്ങളുടെ അച്ചായൻ വണ്ടി ഓടിച്ചു പോകുമ്പോഴെല്ലാം സ്കൂട്ടറിൽ നിന്ന് വീഴുന്നു. एक हमारा पति जो है स्कूटर चला के जाते हैं, जब भी जाते गिर जाते हैं स्कूटर से, പിശാച് തള്ളിയിടുക. शैतान गिराते हैं उनको धक्का मार के। രണ്ട്, दूसरा, പിള്ളേർ പഠിക്കാൻ പുസ്തകം എടുക്കും മുതൽ ഉറക്കം വരിക. बच्चे पढ़ने के लिए किताब खोलते हैं, नींद आने लगते हैं, झपकी मारने लगते हैं। മൂന്ന്, तीसरा,
പൈസ വീട്ടിലില്ല, ശമ്പളം കിട്ടി 15 ദിവസം ആവുമ്പോഴത്തെ പൈസ എല്ലാം തീരുവാ. घर में कोई पैसा बचत नहीं हो रहा है, तनख्वाह मिलते हैं 15 दिन के अंदर ही सब कुछ स्वाहा. പുള്ളിക്കാരി പറഞ്ഞു, उन्होंने बोली അച്ഛനോട് പറയണം, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറയണം. अपने पति से बोलना जरा संभल करके ध्यान से देख करके गाड़ी चलाना कल से. പിള്ളേര് ഈ പുസ്തകം എടുത്ത് പഠിക്കാൻ ഉറങ്ങുന്ന സമയം നോക്കി जब बच्चे किताब लेकर के पढ़ने के लिए बैठा, नींद जैसे झपकी मारने लगते हैं, നല്ലവണ്ണം നോവുന്ന നിലയിൽ നല്ല അടി കൊടുക്കാൻ പറ്റും. अच्छी तरह दर्द लगे एक चाटा दे देना, പിന്നെ ഉറങ്ങത്തില്ലെന്ന് പറയും. फिर नहीं सोएगा. പിന്നെ പൈസ കിട്ടുന്നതനുസരിച്ച് ചെലവാക്കാൻ മോള് പഠിക്കണം എന്ന് പറയും. और जैसे आमदनी है उस मुताबिक खर्चने के लिए आप सीखना. നമ്മുടെ വരുമാനം അനുസരിച്ച് ചെലവാക്കി കഴിഞ്ഞാൽ ഒരു പിശാച് നമ്മുടെ പൈസ आय के अनुसार व्यय करोगे तो कोई शैतान हमारा पैसा नहीं लेके जा सकता. ഇടാൻ നമ്മൾ ഈ പിശാച് നമ്മുടെ സ്കൂട്ടറിലൊക്കെ തള്ളിയിടാൻ പറ്റുന്ന ഒരു ഉപദേശിക്ക് വഴി നടക്കാൻ പറ്റുമോ? अगर शैतान हमें स्कूटर से गिराने के लिए सामर्थ्य होता, क्या कोई भी पास्टर सड़क से चल सकता है क्या? അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും വിശ്വസിച്ചോണം, പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. कम से कम आज से विश्वास कर ले कि शैतान हमारा कोई बात का नहीं कर सकते हैं. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം എന്നുള്ളതല്ലേ अगर കാരണം? ऐसा है तो हमारे जीवन में समस्या क्यों आता है? 3 കാരണം നമ്മുടെ കുഴപ്പം, 3 बात हमारी ही कमी है. 3 കാരണം നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി. 3 बात हमारे अनुग्रह के लिए कारण है. ഒന്ന്, पहला 107 സങ്കീർത്തനം 10 വാക്യം വായിക്കാം. 107 भजन के 10वें आयत में पढ़ते हैं, ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്ന് ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. എങ്ങനെയാ? അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവരുടെ ഹൃദയത്തെ ആരാ കഷ്ടത കൊണ്ട് താഴ്ത്തിയത്? അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. എന്തുകൊണ്ടാ? हालेलुया. അത്യുന്നതന്റെ ആലോചനയോട് മത്സരിച്ചാൽ, परम प्रधान की सलाह से विरोध करेगा तो, ദൈവവചനം അനുസരിക്കാതെ സാക്ഷ്യം കാണിച്ചാൽ, परमेश्वर के वचन के प्रति बलवा करेंगे तो ദൈവം നമ്മളെ കഷ്ടത കൊണ്ട് താഴ്ത്തുവാനിടയാവും. परमेश्वर में क्लेश के जरिए दबाने की कोशिश करेगा. പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അതിന് വിടുതൽ കിട്ടത്തില്ല. उसका खासियत यह है, उस परिस्थिति में कोई भी व्यक्ति कितना भी प्रार्थना करे छुटकारा नहीं मिलेगा उसका. ആരും നമ്മളെ സഹായിക്കാൻ പോലും കടന്നു വരാനിടയാവും. कोई भी हमें मदद करने के लिए भी नहीं आ सकते. നമ്മൾ അന്നേരം പറയും, ഞങ്ങളുടെ കഷ്ടതയിൽ അവര് വന്നില്ല, പാസ്റ്റർ വന്നില്ല, സെക്രട്ടറി പാസ്റ്റർ വന്നില്ല, ആരും വിളിച്ചില്ല, तब हम बोलेंगे ആരും ഞങ്ങളെ സഹായിച്ചില്ല. हाँ, हमने उनको उनके समय पर मदद किए थे, लेकिन उनमें से एक शब्द भी नहीं बोला. ദൈവം ആരെയും നിങ്ങളെ സഹായിക്കാൻ അനുവദിക്കത്തില്ല. परमेश्वर किसी को भी उस परिस्थिति में आपके मदद करने के लिए इजाजत नहीं देता है. മത്സരത്തിന്റെ കുഴപ്പം എന്താണെന്നറിയാവോ? इस विरोध करने का നമ്മൾ वजह क्या है? നിസ്സാരമാണെന്നുള്ളതാണ്. हम सोचते हैं कि सहज बात है, ये साधारण है. മത്സരം ആഭിചാര ദോഷം പോലെയാണെന്നാണ് 1 ശമൂവേലിന്റെ പുസ്തകം 15-73 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. विरोध करना जादू टोने के समान है करके पहले शमूएल की पुस्तक में लिखा है. 68 സങ്കീർത്തനം 6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. 68वें भजन के 6वें अध्याय आयत में लिखा है, वे बलवा करने वाले लोग मरुभूमि की अवस्था में रहेंगे. എന്താണ് നമ്മുടെ ഇടയിൽ മത്സരം എന്നറിയാമോ? हमारे अंदर जो बलवा क्या है पता है? വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. कोई बड़ा पाप नहीं करते हैं, കൊച്ചു പാപങ്ങൾ. छोटे छोटे पाप. ഇത് നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ നന്മയെ തടയുന്നതാണ്. ये हमें नाश करने और हमारी भलाइयों को रोकने वाले हैं. നമ്മുടെ വീട്ടിൽ വന്നില്ലേ, നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോകത്തില്ല. अगर वो हमारे घर में नहीं है तो हम उनके घर में भी नहीं जाएंगे. എനിക്ക് കൈ തന്നില്ല, അതുകൊണ്ട് ഞാൻ കൈ തന്നില്ല. मुझसे हाथ नहीं मिला इसलिए मैं भी हाथ नहीं എന്നോട് मिलाऊंगा. മിണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല. मुझसे बात नहीं किया इसलिए मैं भी नहीं बात करूंगा. ഇത് മത്സരികളുടെ സ്വഭാവമാണ്. ये है बलवा करने वालों के सब प्रकटीकरण. ഇങ്ങോട്ട് വന്നില്ലല്ലോ അങ്ങോട്ട് പോകാൻ കഴിയുമോ? अगर ये इधर को नहीं आए तो क्या आप उधर नहीं जा सकते? അതാണ് ആത്മീയം, वो है आत्मिकता, അതാണ് ദൈവികം, वो है परमेश्वर के അതാണ് वचन, നല്ല സ്വഭാവം, वो है भले स्वभाव, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. वो भी परमेश्वर चाहते हैं. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.
മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. बलवा करने वाले लोग सूखे की अवस्था में रहेंगे. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, പൊറുക്കുവാൻ നമുക്ക് കഴിയണം. दूसरों से माफ करने और क्षमा करने और उनके साथ सहन करने के लिए हमें संभव होना चाहिए. രണ്ടാമത് അതിന്റെ 17ാം വാക്യം തന്നെ വായിച്ചു. उसी का 17वां आयत पढ़ेंगे. दूसरा, തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ട് തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ട് അവർക്ക് സകലവിധ ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി. അവരുടെ ബുദ്ധിമുട്ടുകളാണ് താഴെ വായിക്കുന്നത്. ഭയങ്കര രോഗം, പ്രശ്നം, ആഹാരം വേണ്ട, പിന്നെന്തുവാ, അവർ മരണവാദികളോട് സമീപിച്ചു. മരണവാതിൽ മരിച്ചാ മതി എന്നുള്ള, ചത്തുപോകും എന്നുള്ള ഭീതി ഉണ്ടാകത്തക്കുള്ള രോഗമുണ്ടാകും. उसके 17वें से क्या में पढ़ते हैं, मूढ़ अपनी कुचाल और अधर्म के कामों के कारण अति दुखित होते हैं. उनके जीव सब भांति के भोजन से मिचलाता है और वे मृत्यु के फाटक तक पहुंचे हैं. തങ്ങളുടെ ഭോഷത്വം നിമിത്തം, अपनी कुचाल के वजह से. അതുകൊണ്ട് ദൈവജനം ദൈവവചനം വായിച്ച് അതനുസരിച്ച് ജീവിക്കണം. ദൈവവചന പ്രകാരം യാത്ര ചെയ്യണമെന്ന് പറയും. इसीलिए कहते हैं कि परमेश्वर के लोग परमेश्वर के वचन को पढ़ करके उसके अनुसार चलना चाहिए, जीवन यापन करना चाहिए करके बोले जाते हैं. ലോക മനുഷ്യൻ ചെയ്യുന്നത് പോലെ, ലോക മനുഷ്യൻ പറയുന്നത് പോലെ, ലോക മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെ ഒരു ദൈവവൈദ്യൻ ചെയ്യുവാനായിട്ട് പാടില്ല. सांसारिक व्यक्ति बोलने के तरह से, सांसारिक व्यक्ति के चलने के तरह से, सांसारिक व्यक्ति के करने के तरह से एक परमेश्वर का संतान को करने का अधिकार नहीं है. എപ്പോഴൊക്കെ ദൈവജനം ദൈവത്തെ വിട്ട് ദൈവ വഴി വിട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. जब जब परमेश्वर के लोग परमेश्वर के रास्ते से भटक करके प्रयाण कर सफर करने लगते हैं तो परमेश्वर उनको चाबुक लगाया है. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. न्यायों के पुस्तक 6:1 पढ़ेंगे. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. तब इस्राएल ने यहोवा की दृष्टि में बुरा किया. പിന്നെ യഹോവ അവനെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. इसलिए यहोवा ने उन्हें मिद्यानियों के वश में 7 वर्ष तक कर रखा. 7 വർഷം മിദ്യാന്റെ കയ്യിൽ. 7 साल मिद्यानियों के कब्जे में. മിദ്യാന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ मिद्यानियों का स्वभाव, ഇസ്രായേൽ വിതച്ച് ഇങ്ങനെ കൊയ്യാനായിട്ട് കാത്തിരിക്കുമ്പോൾ इस्राएली लोग बुआई करके फसल जब पकने को होता है അവര് വന്ന് കൊയ്തോണ്ട് പോകും. वो फसल कटनी करके ले जाते हैं. Praise the Lord. हालेलुया. അത് നമ്മുടെ നന്മയെ നഷ്ടമാക്കുന്ന മിഥ്യാന്യാർ, हमारे भलाइयों को नाश करने वाले मिद्यानी, നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾ മറ്റുള്ളവർ കവർന്നുകൊണ്ട് പോകും. हमारे अधिकार के हमें अनुभव करने वाले भलाइयों को कब्जा करके ले जाने वाले मिद्यानी. നമ്മൾ ആ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കും പല പ്രാവശ്യം. ഇവർക്ക് കുറെ സുഖം കിട്ടുമ്പോൾ ഇവർ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത്. न्यायों के पुस्तक में हम पढ़ते हैं जैसे 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 थोड़ा सा इनको आराम मिल जाता है फिर वही पुराने डर पे चले जाते हैं. ദൈവം ഓരോരുത്തരെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ മനുഷ്യരെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി. परमेश्वर समय समय पर आवश्यकता अनुसार एक एक दूसरे लोगों के सुपुर्द कर दिए इनको. നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മൾ ദൈവ വഴി വിട്ട് പോകുമ്പോൾ അല്ലയോ പലപ്പോഴും നമുക്ക് കഷ്ടം വന്നിട്ടുള്ളത്. നമ്മളെ ഉപവസിക്കുന്നവരായി പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൽ നടക്കുന്നവരായി തീർന്നപ്പോഴൊക്കെയും ദൈവത്തിന്റെ പരിപാലനം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലേ? हम अपने जीवन में पीछे मुड़ करके देखें, जब जब हम परमेश्वर के राह से भटकने लगे तो परमेश्वर के ताड़ना हमारे ऊपर लगे और परमेश्वर पश्चाताप करके प्रार्थना करके प्रभु के हुजूरी में जब लौट कर आया परमेश्वर का आशीष को भी अनुभव कर पाए. 119 സങ്കീർത്തനം 67 വാക്യം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. 119 भजन के 67वें आयत में लिखा हुआ भजनकार लिखता है, उससे पहले कि मैं दुखित हुआ मैं भटकता था. എന്നിട്ട് അടുത്ത ഭാഗം വായിച്ചു. ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. ഇപ്പോഴോ ഞാൻ എന്റെ വചനത്തെ പ്രമാണിക്കുന്നു. परंतु अब मैं तेरे वचन को मानता हूँ. കഷ്ടതയിൽ ഇരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ തെറ്റിപ്പോയതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നത്. ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു വരിക, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരിക. കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുക. അവൻ മനസ്സലിവുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. നമ്മുടെ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം തരുവാൻ തക്കണം. ദൈവം ഇന്ന് परेशानी में बैठे हुए परमेश्वर के लोगों, परमेश्वर के राह से भटकने के वजह से इस क्लेश में पड़ा है, इसीलिए लौट कर आओ, पश्चाताप करके लौट कर आओ. परमेश्वर पश्चाताप करने वालों पर तरस खाने वाला और आशीष करने वाला परमेश्वर है. നമ്മൾ വിചാരിക്കുന്നത്
നമ്മൾ ദൈവമക്കളായോണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവം അങ്ങ് ക്ഷമിക്കും എന്നുള്ളതാണ്. हम सोचते हैं कि चूंकि हम परमेश्वर के संतान हैं, इसीलिए जो कुछ हम करेंगे वो परमेश्वर माफ कर देंगे. ദൈവം സാക്ഷി പറഞ്ഞ ഒരു മനുഷ്യനാണ്, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ളവനാണെന്ന് ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷി. परमेश्वर दाऊद के बारे में गवाही दिया था, वो मेरे हृदय के अनुसार व्यक्ति है करके. തന്റെ ജീവിതത്തിൽ വന്ന ഒന്ന് രണ്ട് കാര്യം വായിക്കാം. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 13-ാം വാക്യം വായിച്ച് 1 ദിനവൃത്താന്തം पहला इतिहास 21-ന്റെ 13. 21 का 13 पढ़े. पहला इतिहास 21 का 13 में पढ़ते हैं हम. ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കെ ആഗാബ് ഗൃഹത്തിന് അതല്ലല്ലോ 1 ദിനവൃത്താന്തം. ദാവീദ് ഗാദിനോട് ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ദാവീദിനോട് അല്ല, ദാവീദ് ഗാദിനോട് പറയാണ്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ഞാനിപ്പോൾ അതിൽ 1 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചരിത്രം അറിയാം. दाऊद ने गाद से कहा, मैं बड़े संकट में पड़ा हूँ, मैं यहोवा के हाथ में पड़ूं, क्योंकि उसकी दया बहुत बड़ी है, परंतु मनुष्यों के हाथ में मुझे पड़ने ना पड़े. താഴോട്ട് വായിക്കുന്ന പറഞ്ഞു 70,000-ഓളം ഇസ്രായേൽ ജനം പട്ടുപോകത്തക്കവണ്ണമുള്ളൊരു കുറ്റമാണ് ദാവീദ് हम ചെയ്യുന്നത്. आगे पढ़ने में मालूम देता है 70,000 इस्राएली नाश होने लायक, मौत के मुंह में चले जाने लायक एक बड़ा अपराध दाऊद ने किया है. ദാവീദ് പറയുന്നുണ്ട്, ഞാനല്ലേ തെറ്റ് ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു എന്ന് നിലവിളിക്കുക. दाऊद दुहाई दे रहा है, गलती मैंने किया है, इन भेड़ों ने क्या किया है. ദാവീദ് എന്ത് ചെയ്തെന്നാ പറയുന്നത്? दाऊद ने क्या गलती किया. തന്റെ സഭയിലെ എത്ര വിശ്വാസികളുണ്ടെന്ന് എണ്ണി നോക്കിയതേ ഉള്ളൂ. केवल इतना ही कि अपनी कलीसिया के मेंबर्स का लिस्ट लिया, केवल इतना ही, और कुछ नहीं किया उसने. ഞാൻ ഞങ്ങളുടെ സഭയിലെ മെമ്പേഴ്സിനെ എണ്ണത്തില്ല, പേടിയാ. मैं अपनी कलीसिया के मेंबर्स की गिनती नहीं लेता हूँ, डर लगता है इसलिए. Praise the Lord. ഞങ്ങൾക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇപ്പോഴും എനിക്കറിയത്തില്ല ടോട്ടൽ എത്ര ഉണ്ടെന്ന്. लिस्ट है लेकिन अभी गिनती नहीं करता हूँ मैं. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന്റെ ജനമാണ്, परमेश्वर का जन है. നമ്മുടെ സഭയിൽ നമ്മുടെ ജനമാണെന്ന് നമ്മൾ പറയരുത്. कभी हम ये न कहें कि हमारे लोग, हमारी कलीसिया, हमें ना कहने पाए ऐसे. അവരെ സൂക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവരെ നയിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. उनका रखवाली करने के लिए, उनको अगुवाई करने के लिए परमेश्वर ने हमें सुपुर्द किया है उन्हें. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് നിസ്സാര കാര്യങ്ങളൊക്കെ അല്ലേ ദൈവം അങ്ങ് ക്ഷമിക്കുമെന്ന് വിചാരിക്കല്ലേ. इसलिए कतई नहीं सोचना कि ये तो सहज बात है, परमेश्वर माफ कर देगा. മോശയ്ക്ക് കനാൻ ദേശത്ത് കയറാൻ പറ്റാതെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. मालूम है ना मूसा कनान के देश में क्यों नहीं पदार्पण कर पाए. കൽപ്പിക്കാൻ പറഞ്ഞിടത്ത് ഒരടി കൊടുത്തതേ ഉള്ളൂ. आज्ञा देने के लिए बोला, लेकिन एक मार दे चाटा लाठी मारा, അടിക്കുമായിരുന്നു ചെയ്തത്. क्योंकि पहली बार तो लाठी मारा था. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞതനുസരിക്കാഞ്ഞതുകൊണ്ട് മോശയോട് പറയുന്നു, നീ അവിടെ കയറത്തില്ല. लेकिन परमेश्वर के कहने को पूरी पूरी ना मानने की वजह से परमेश्वर मूसा से कहता है, तू वहां प्रवेश नहीं करने पाएगा. ദൈവിക വിഷയം സംബന്ധിച്ച് ദൈവമക്കളെ നമ്മൾ ഭയത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കണം. परमेश्वर के विषय के संबंध में हजीजों हमेशा प्रत्येक भय भक्ति के साथ जीवन यापन करना चाहिए. അടുത്തതായിട്ട് ദാവീദിന്റെ ജീവിതത്തെ പറ്റി നമുക്കറിയാം. പിന്നെ ഊരിയാവിന്റെ ഭാര്യയുടെ വിഷയം, ഊരിയാവിനെ കൊല്ലുവാനിടയായി തീർന്നു. അത് നിമിത്തം തന്നെ ദൈവം ദാവീദിനോട് പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ നിന്ന് വാൾ ഒഴിയത്തില്ല. अब आपको मालूम है दाऊद के जीवन में ऊरिया के पत्नी के विषय और ऊरिया को जो मारवाया गया इत्यादि बातों को, तो उसके वजह से परमेश्वर दाऊद को कहता, उस वजह से तेरे घराने से तलवार कभी जुदा नहीं होगा. ഞാൻ നിന്നെ ആടുമേയ്ക്കുന്നിടത്ത് കൊണ്ടുവന്നു രാജാവാക്കി. मैं तुम्हें भेड़ चराने वाले जगह से ला करके राज सिंहासन पर बिठाया. ഞാൻ ഇന്നതും കൂടെ നിനക്ക് തരുമായിരുന്നു. और ये चीजें भी मैं तुझे दे देता. യഹോവയുടെ ശത്രുക്കൾക്ക് അപവാദം പറയത്തക്കോണം നീ കാരണമുണ്ടാക്കിയില്ലേ. यहोवा के शत्रुओं को बुरा कहने के लिए तुम्हें बदनामी का सबब कारण बनाया. इधर നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ നമ്മളെ പരിചാരുവാനായിട്ട് ഒരാൾ അവിടെ ഉണ്ട്. हम जब पाप करते हैं, हम जब गलत करते हैं, हमारे ऊपर दोषारोपण करने के लिए एक व्यक्ति है. യോശുവ എന്ന പുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രവുമായി നിന്നപ്പോൾ ആ വസ്ത്രത്തെ ചൊല്ലി പിടിച്ച പിശാചാണ് നമുക്കെതിരായിട്ട് അവിടെ നിൽക്കുന്നത്. यहोशू जो याजक मैले कपड़े के साथ खड़ा हुआ था, तो उस वस्त्र के ऊपर दोषारोपण करने के लिए आए हुए शत्रु हमारे और आपके खिलाफ खड़े हुए. ദാവീദ് ആ തെറ്റ് ചെയ്തുകൊണ്ട് തന്റെ മകന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. चूंकि दाऊद ने वो गलती किया, इसलिए अपने बेटे के सामने से उनको पलायन करना होना पड़ा.
പിന്നെ പലതും അവിടെ സംഭവിച്ചു. और बहुत कुछ वहां पर हुआ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. वहां नहीं जाना चाहता हूं अभी. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുന്നു? हमारे जीवन में क्लेश क्यों आता है? നമ്മൾ ദൈവ വഴി വിട്ടു പോകുമ്പോൾ, हम परमेश्वर के राह से भटक जाने से, വസ്തുവിന്റെ ആലോചനയോട് മത്സരിക്കുമ്പോൾ, परम प्रधान के सलाह से हम विरोध करने की वजह നമ്മുടെ से ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുവാനായിട്ട് हमारे जीवन में कष्ट तकलीफ आते हैं. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. അടുത്തതായിട്ടുള്ളത് दूसरी कोरिन्थियों 12 का 7 पढ़ेंगे. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ഹല്ലേലൂയ. दूसरे कोरिन्थियों 12 का 7. इसीलिए कि मैं प्रकाशनों के बहुतायत से फूल न जाऊं, मेरे शरीर में एक कांटा चुभाया गया, अर्थात शैतान का एक दूत को कि मुझे घूसे मारे ताकि मैं फूल न जाऊं. ഈ പിശാച് കുത്താൻ കൊടുത്ത പിശാചിനെ ആര് വിട്ടെന്ന് അവിടെ എഴുതിയേക്കുന്നത്? इस चुभाने के लिए जो शैतान को भेजा, वो किसने भेजा है लिखा है? ദൈവം വിട്ടിരിക്കുകയാണ്. परमेश्वर ने भेजा है. എന്തിനാ വിട്ടത്? क्यों भेजा है? ഈ പുള്ളി നിഗളിക്കും. ये घमंड न कर जाए. നിങ്ങള് ശ്രദ്ധയോട്, നമ്മളെല്ലാം പൗലോസ് എന്ന് പറയാ ഒരു കൊച്ചു ദൈവത്തെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളാണ്. पौलुस को तो हम एक परमेश्वर के प्रतिरूप के तौर पर मानते हैं. हम उसको പുള്ളിയെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ ദൈവം നല്ല പണി ചെയ്തിട്ടുണ്ട്. उसको रूपांतर करके सही दिशा में लाने के लिए परमेश्वर ने एक अच्छा काम किया हुआ है. അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് വന്ന ബർന്നബാസുമായിട്ട് നിസാര കാര്യത്തിന് ഉഗ്രവാദം ഉണ്ടാക്കിയ ആളായി പുള്ളി. इनको हाथ पकड़ कर लाए हुए बरनबास से एक छोटी सी बात पर बहुत तेज वाद विवाद हुआ था इनका. പത്രോസിനോട് പോലും എതിർത്ത് നിന്നു. ഈ प्रेरित पतरस से भी विरोध किया था इसने. കർത്താവിന്റെ സ്വന്തം ശിഷ്യനാ പത്രോസ്. प्रभु यीशु मसीह का निज चेला है पतरस. അന്ന് പത്രോസ് നടക്കുമ്പോൾ നിഴല് തട്ടിയാൽ രോഗി സൗഖ്യമാകും. पतरस के चलने में उनके छाया पड़ने से बीमार चंगे होते थे. ജാതികളുടെ പോയപ്പോൾ അവരുടെ കൂടെ ആഹാരം കഴിക്കാൻ യഹൂദന്മാരെ കണ്ടപ്പോൾ ഒന്ന് മടിച്ചു നിന്ന തെറ്റിന് ഈ പൗലോസ് വിട്ടില്ല. अन्य जातियों के बीच में गया तो उनके साथ में भोजन करने के लिए थोड़ा हिचका. उस गलती को पौलुस ने छोड़ा नहीं. उसके लिए वाद विवाद करने लगे. നമ്മൾ പറയുന്നത് ശരിയല്ലോ എന്നൊക്കെ പറയാം. हाँ, हम बोल सकते हैं क्या मैं सही नहीं हूँ क्या? ആ ആത്മാവോടുകൂടി മുന്നോട്ട് പോയാൽ അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. अगर इसी आत्मा के साथ आगे जाएंगे ज्यादा दूर नहीं जा पाएंगे. അതുകൊണ്ട് നിഗളിച്ചു പോകാതിരിക്കുവാനായിട്ട് നല്ല തിണ്ടി കൊടുക്കാനായിട്ട് ആളെ. इसीलिए परमेश्वर ने ऐसे को नियुक्त कर दिया, घमंड न कर दे, इसलिए मुक्का मारे बीच बीच में. ചില പ്രശ്നങ്ങൾ നമ്മുടെ മാറാതിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാം. हमारे कुछ समस्याएं क्यों नहीं हट रहे हमारे जीवन से, पता है? നമ്മൾ ദൈവത്തോട്ട് പോകാതിരിക്കാൻ. हम परमेश्वर के अनुग्रह से विचलित न होने पाए. Praise the Lord. हालेलुया. പ്രാർത്ഥിക്കാൻ എനിക്ക് നിന്റെ കൃപ വേണം. हम प्रार्थना करें, प्रभु तेरी अनुग्रह मुझे काफी है. ഈ പ്രശ്നങ്ങൾ മാറി പോകാനായിട്ടല്ല, അതിനെ നേരിടുവാനുള്ള കൃപ നമ്മളുണ്ട്. इन समस्याओं के निवारण के लिए प्रार्थना न करें, बल्कि प्रार्थना करें इन समस्याओं में स्थिर रहने के लिए परमेश्वर के अनुग्रह के लिए. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ സ്വഭാവം ദൈവത്തിന് നല്ലവണ്ണം അറിയാം. हमारे स्वभाव को परमेश्वर भली भांति जानता है. ചില കോടികൾ നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മൾ അതുകൊണ്ട് ഒരു ഓട്ടം ഓടുമെന്നുള്ളത് ദൈവത്തിന് അറിയാം. कुछ करोड़ों रुपए हमारे हाथ में दे तो परमेश्वर हमारे हाथ में दे तो उसको लेकर हम भाग जाएंगे, वो परमेश्वर जानता है. നമ്മൾ ചില വീട്ടുകളിൽ ചിലപ്പോ ഓറഞ്ച് മുട്ടായി അല്ലെങ്കിൽ കളിപ്പാട്ടുമായിട്ടൊക്കെ പിള്ളേരുള്ള വീട്ടുകൾ ചെല്ലുമല്ലോ. हम किसी घर में जाते हैं तो कुछ स्वीट्स या फ्रूट्स या खिलौना लेकर के जो बच्चों वाले घर में जाते हैं, ഇത് ആ പിള്ളേരുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ये बच्चे के हाथ में अगर देंगे तो ഇവരിതും കൂടെ ഒറ്റ ഓട്ടമാണ്. लेकर के भाग जाएंगे वहां से. നമ്മള് തിരിച്ചു പോന്നാൽ ഇവരെ കാണാൻ പറ്റും. हम लौट कर जाने को टाइम होगा तब भी वो लौट कर नहीं आएंगे. അപ്പനും അമ്മയും നിന്നോണ്ട് എടാ ഒരു താങ്ക്സ് പറയടാ പറഞ്ഞാൽ ചിലപ്പോ പറഞ്ഞിട്ടും ഇതും കൊണ്ട് ഒരു ഓട്ടം ഓടും. माँ बाप खड़े करके रो करके बोले बेटा धन्यवाद करो, थैंक यू बोलो करके बोलते हैं जिद करने पर, हाँ थैंक यू बोल कर मुंह करके भाग जाएंगे. ഇതുപോലെ ചില വിശ്വാസികൾക്ക് കാശ് കിട്ടിയാൽ ऐसे ही है कुछ विश्वासियों को अगर धन मिल जाए तो പിന്നെ ആരാധനയ്ക്ക് വരാൻ സമയമില്ല. आराधना की जाने के समय नहीं है. भाई साहब, എന്ത് ബ്രദറെ കാണാഞ്ഞത്? भाई साहब क्यों ब्रदर क्यों नहीं आया इस आराधना में? ഓവർ ടൈം ഉണ്ടായിരുന്നു. अरे पास्टर साहब ओवर टाइम करना था. നാട്ടിലെ ഒരു അമ്മച്ചി പറഞ്ഞത് റബ്ബർ ഷീറ്റ് വെളിയിൽ ഇട്ടേക്കുക, ആരാധനയ്ക്ക് വന്നാൽ കള്ളൻ അടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞു. केरला में एक माता जी ने बोली कि रबर का शीट सुखाने के लिए धूप में डाले हुए, धूप दिखाने के लिए डाले थे, तो चर्च में आते तो छोड़ कर आना पड़ता, चोर लोग उठा कर ले जाएंगे, इसीलिए नहीं आए. പണ്ട് റബ്ബർ ഇല്ലായിരുന്നു, ഷീറ്റും ഇല്ലായിരുന്നു, അന്ന് പ്രാർത്ഥന ഉപവാസം ഉണ്ടായിരുന്നു. पहले रबर नहीं था ना रबर शीट था, कोई ऐसे बात नहीं था, चोर का भय नहीं था, तो उस समय प्रार्थना और उपवास ही होता
നമ്മൾ നോക്കിക്കും പല വിശ്വാസികൾക്കും നല്ല ജോലി കിട്ടട്ടെ നല്ല കാശ് കിട്ടട്ടെ അവരെയൊന്നും പിന്നെ ദൈവരെ കാണത്തില്ല. हमें ध्यान रखना है कई विश्वासियों को अच्छी नौकरी मिल जाए और अच्छे पैसे मिल जाए हाथ में आराधना में दिखाई नहीं देंगे वो. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. स्वर्ग में जाना जो चाहते हैं उनसे मैं एक बात कहना चाहूंगा. സദൃശവാക്യം 30-ാം അധ്യായത്തിൽ യാക്കോബയുടെ മകനായ ആഗൂരിന്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന കുറച്ച് വാക്യങ്ങൾ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. नीतिवचन 30वें अध्याय में यहूद के प्रार्थना करके कुछ बातें लिखे हैं. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന അതിനകത്തുണ്ട്. उसमें से एक पद मुझे बहुत अच्छा लगता है. ഒത്തിരി തന്നിട്ട് ദൈവത്തെ നിഷേധിപ്പാനും बहुत देर करके मैं परमेश्वर को तुच्छ जानने के लिए ഇല്ലാതായിട്ട് അങ്ങയുടെ നാമത്തെ ദുഷിക്കാനും और कंगाली के वजह से आपके नाम को निंदा कराने के नाम धराई कराने के लिए അന്നുള്ളത് തന്നാ മതി. मौका न दे. रोज की जरूरत का पूर्ति मुझे कर दे प्रभु. അന്നൊന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്നത് വാങ്ങിച്ച് കഴിക്കാമെന്നുള്ള സുഖമുണ്ടല്ലോ. हालेलुया. आप रोज की जरूरत को प्रार्थना करके मांग के खाएंगे अनुभव करेंगे उसका खुशी बहुत बड़ा है. നിങ്ങൾ ആത്മീയമായി ഉണരുന്ന സഭകളിലേക്ക് പോയി നോക്ക്. आत्मिक तौर पर जागृत होते हुए कलीसिया में जाकर देखो അല്ല പഴയകാല വിശ്വാസികളിലേക്ക് നോക്ക്. और पुराने जमाने के पुरखा विश्वासीगणों के कलीसिया में जाकर देखो. കഷ്ടമുള്ളിടത്ത് പ്രയാസമുണ്ടായിരുന്ന കാലത്ത് പട്ടിണി ഉണ്ടായിരുന്ന കാലത്ത് കൃപയുണ്ടായിരുന്നു. तकलीफ तंगी परेशानियों के समय में जो ऐश आराम की चीजें नहीं थे तब परमेश्वर के अनुग्रह उनके जीवन में थे. ഞാൻ ഒരാളുടെ ചരിത്രം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. मैंने एक व्यक्ति का इतिहास इस तरह सुना है. ആറ്റിങ്ങലിലാണ് ആറ്റിങ്ങൽ. आटिंगल नामक जगह में केरला में അവിടെ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. वहां एक भाई थे. അവിടെ എല്ലാ ഹിന്ദുക്കളാണ്. ഒരു അച്ചായൻ എങ്ങാണ്ടെന്നോ വന്ന് അവിടെ और താമസിക്കുന്നത്. सब पूरे हिंदू परिवारों के बीच में एक भाई कहीं से आकर के रह रहा है. അദ്ദേഹം വളരെ പ്രയാസത്തിൽ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വളർന്നു. और बड़े तंगी में से होते हुए छोटे बिजनेस करके वो बढ़ते आ रहे हैं. അവിടെ ആരാധനയും പ്രാർത്ഥനയും ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് वहाँ कोई आराधना वगैरह नहीं था इसीलिए പുള്ളിക്ക് കിട്ടിയ കാശ് കൊണ്ട് ഒരു ആരാധനാലയം പണിത് ഒരു പാസ്റ്ററെ വരുത്തി അവിടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. और उनके जो धन से जो थोड़ा थोड़ा मिला उससे वो एक आराधनालय का निर्माण किया और पास्टर को लाकर वहाँ सेवकाई शुरू किए. അങ്ങനെ സഭയൊക്കെ വലുതായി വന്നു. और कलीसिया बढ़ने लगे. ഈ അച്ചായനും വലുതായി വന്നു. और ये अंकल जी भी बड़ा हो गया. വലിയ അച്ചായൻ പറയുന്ന പോലെ വേണം സഭ നടക്കാൻ. अभी क्या है कि अंकल जी जिस तरह बोलेंगे वैसे पादरी साहब को और कलीसिया को चलना चाहिए. പാസ്റ്റർ ഇരിക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ അച്ചായൻ പറയുന്ന പോലെ നിൽക്കണം. पास्टर साहब को बैठना है खड़ा होना है. अंकल जी बैठ करके उंगली दिखाएंगे नहीं पीछे से. ദൈവദാസന്മാർ ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. परमेश्वर के दास लोग दिल की टूट करके प्रार्थना करने लगे. വലിയ അച്ചായൻ കൊച്ചച്ചായനായി മാറി. बड़े अंकल जी जो है छोटा बन गया अभी. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പാടുപെടേണ്ടി വന്നു. अब एक पल की रोटी के लिए भी परेशान होना पड़ा ആ നാട് വിട്ടു പോകേണ്ടി വന്നു. और उस देश से जाना पड़ा. Praise the Lord. हालेलुया. കാശ് കൂടുതൽ കിട്ടുമ്പോ പലതും നമുക്ക് തോന്നും. जब हमारे पास दौलत आ जाता है बहुत कुछ हमारे ख्यालों में आएंगे. ഞങ്ങളുടെ നാട്ടിലും ഒരു സഹോദരൻ ഇപ്പോഴും ഉണ്ടോ. हमारे जगह में भी एक भाई है अभी भी है. അദ്ദേഹവും ഇതുപോലെ നല്ല കാശുകാരനായി കഴിഞ്ഞപ്പോൾ वो भी अच्छे धनाढ्य जब बन गए ധാരാളം പൈസ ദേവദാസന് കൊടുക്കുമായിരുന്നു. बहुत पैसे परमेश्वर के दास को देते थे. ഒത്തിരി അവരിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. बहुत प्रार्थना करते थे. കുറെ കഴിഞ്ഞപ്പോൾ थोड़े दिन के बाद ഇദ്ദേഹം പറയുന്ന പോലെ സഭ പോകണമെന്ന് അദ്ദേഹത്തിന് ഒരു നിർബന്ധം. उनको भी लगा कि जैसे मैं चला रहा हूं तो वैसे कलीसिया चलना चाहिए भाई. ഭയങ്കരമായിട്ട് ആ മനുഷ്യൻ എന്റെ ഭാഷ പറയും ഇച്ചാറ ഇന്നാറ എണ്ണിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. अभी बहुत कठिन तरीके से वो परेशानी में से जूझ रहे हैं. നമുക്ക് അന്നെന്നുള്ളത് മതി എന്ന് പ്രാർത്ഥിക്കുന്നു. हम प्रार्थना करेंगे रोज की जरूरत की चीजें हमें मिले प्रभु. Praise the Lord. हालेलुया. Hallelujah. हालेलुया. ദൈവകൃപയിൽ നിൽക്കാനുള്ളത് മതിയേ, മതി, മതി, മതി. परमेश्वर के अनुग्रह में बने रहने लायक का काफी है. इतना काफी है करके संतुष्ट हो. എവിടെ പണം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം എനിക്കെന്താ ഞാൻ നിൽക്കും. എനിക്കറിയാം ഇവിടെ നാ വന്നേന്നുള്ളത്. अगर जहां मैं उपवास करके प्रार्थना करके अगर कुछ कमा लूं तो मैं बने रहूंगा क्योंकि मुझे मालूम है ये कहां से आया है. പക്ഷേ എന്റെ പിള്ളേർക്ക് അറിയത്തില്ല. लेकिन मेरे संतानों को नहीं मालूम है. ഇന്നത്തെ പിള്ളേർക്ക് വന്ന കുഴപ്പം यही आज की नई पीढ़ी का परेशानी है. പണ്ട് പിള്ളേർ വിശന്ന് നമ്മുടെ അമ്മയുടെ പുറകെ നടക്കും. അമ്മ വിശക്കുന്ന വെള്ളം താന്നും പറഞ്ഞ് നമ്മുടെ അമ്മയുടെ പുറകെ നടക്കുമായിരുന്നു. पहले हम माँ बाप के पीछे चलते थे. पापा मम्मी रोटी दो भूख लग रहा है, रोटी दो भूख लग रहा है करके. ഇന്ന് അമ്മമാര് പിള്ളേരുടെ പുറകെ നടക്കുക. കഴിക്ക് 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 കഴിക്ക്. अभी मान लो जो बच्चों के पीछे पड़ रहा है दबा दबा करके खाओ बेटा खाओ बेटा. നല്ല 10-50 കിലോ ഉള്ള കൊച്ചു പിള്ളേർ പോലും കുഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാന്ന് അമ്മയ്ക്ക് തോന്നുന്നു. अब 50 किलो का बेटा है वो बोलता माँ बोलती है अरे बहुत कमजोर हो गया बेटा मेरा. Hallelujah. हालेलुया. Praise the Lord. हालेलुया.
നന്മകൾ നിങ്ങൾ നോക്കിക്കോ, എവിടെ നന്മകൾ ഉണ്ടായിട്ടുള്ളിടത്ത് കൃപ പോയിട്ടുണ്ട്. गौर करें, जहां भी ऐश्वर्य ऐशो आराम की चीजें बढ़ गए हैं, वहां पर परमेश्वर का अनुग्रह दूर होता चला गया है। പണ്ട് ദൈവമക്കൾ പ്രാർത്ഥി 5 വീട്ടും 10 പിള്ളേരുള്ളിടത്ത് ഇവിടെ കർത്താവേ ഒന്നിനെ അക്കരെ അയച്ചിട്ട് കുടുംബത്തിന്റെ സ്ഥിതി ഒന്ന് മാറ്റണ പല മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 8 और 10 बच्चों के माँ बापों ने प्रार्थना की, प्रभु एक को अब विदेश भेज करके थोड़ा सा घर के जो कंगाली अवस्था होते हैं जो कुछ परिवर्तन लाए करके प्रार्थना दोहाई की। ആ മാതാപിതാക്കൾ കർത്താവേ 10 പോയാലും ഒന്നെങ്കിലും ഇങ്ങോട്ടൊന്ന് വരുത്തണം. आज उन माता पिताओं की प्रार्थना क्या पता है? अरे 200 में छोड़ के चले गए, एक को तो कम से कम वापस ला दे प्रभु। Praise the Lord. Hallelujah. 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 ക്രിസ്ത്യൻ ലൈഫ് പ്രാക്ടിക്കൽ ആകണമെങ്കിൽ, അതിന് സക്സസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം. हमारे मसीही जीवन प्रायोगिक और फलवंत होना है, विजयी होना है, तो हम उसके अनुसार हमें आगे बढ़ने की നമ്മുടെ जरूरत है। എല്ലാ ആഗ്രഹം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് സുവിശേഷ വേല ചെയ്യാം, പിന്നെ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. हम ऐसे कईयों की इच्छा ये है कि थोड़ा मोटा पैसे आ जाए, बैंक में डालेंगे, फिक्स डिपॉजिट करेंगे और उसके ब्याज लेकर खाते रहेंगे और प्रभु की सेवा करेंगे। ഇതെല്ലാം പരാജയത്തിലെ അവസാനിച്ചിട്ടുള്ളൂ. ये पराजित हुआ है इस तरह की सारी कल्पनाएं। ഞാൻ പറയാം, മുട്ടുമടക്കാൻ കഴിയുമോ? ये कहता हूँ, आप घुटना टेक सकते हो, കണ്ണുനീരൊഴുക്കാൻ കഴിയുമോ? आंसू बहा सकते हो, ദൈവം ഒരു കാലത്ത് നമ്മെ കൈവിടത്തില്ല. परमेश्वर कभी हमको नहीं छोड़ेगा। ദൈവകൃപ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. परमेश्वर का अनुग्रह हमारे ऊपर है तो कभी भी हम फिसल जाने के लिए परमेश्वर की इजाजत नहीं देगा। Praise the Lord. हालेलुया, Hallelujah. हालेलुया। അന്നുള്ളത് തന്നാ മതി കർത്താവേ എന്നുള്ള പ്രാർത്ഥന കടന്നു വരട്ടെ. रोज की रोटी हमें दे करके प्रार्थना हमारे जहन में वास्तव में आने पाए। നിങ്ങളുടെ ഉണ്ടാകാനുള്ളത് ഒന്നും എനിക്ക് ഒരു പൊസിഷനും വേണ്ട, ഒരു ഫലവും വേണ്ട, ഒരു നന്മയും വേണ്ട എന്ന് ദൈവത്തോട് വിളിച്ചു പറ. परमेश्वर से दूर करने वाले कोई पदवी या कोई नाम और गरिमा मुझे नहीं चाहिए करके परमेश्वर से कहें। Praise the Lord. हालेलुया, Hallelujah. हालेलुया। ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. परमेश्वर का धन्यवाद हो। ഇനി ഇതെല്ലാം നമ്മുടെ കുഴപ്പം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ये सब हमारे गलती की वजह से आने वाली परेशानियां थे। ഇനിയും പ്രശ്നങ്ങൾ വരുന്നത് എന്തിനാണ്? अब और समस्याएं क्यों आते हैं? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. याकूब की पत्री 1:12 पढ़ेंगे। याकूब 1:12। ആ. धन्य है वो मनुष्य जो परीक्षा में स्थिर रहता है, क्योंकि वह खरा निकलकर जीवन का वो मुकुट पाएगा जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वालों से की है। പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. धन्य है वो मनुष्य जो परीक्षा में स्थिर रहता है, കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം वो खरा निकलने के बाद ഈ നമ്മളെ കൊള്ളാകുന്നവരെ തെളിക്കാൻ ചില ടെസ്റ്റുകൾ ദൈവം തരും. हमें खरा उतारने के लिए कुछ आजमाइश के बीच में से, कुछ परखने की प्रक्रिया के बीच में से परमेश्वर गुजारता है। നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു ടെസ്റ്റ് തരും, ഇതിവന് കൊടുത്താൽ ഇവ നിൽക്കുവോ ഇല്ലയോ എന്നുള്ളത്. हमारे आमदनी बढ़ाने से पहले परमेश्वर हमको परखते हैं कि ये इनको दें तो क्या यह स्थिर रहेगा या फिसल जाएगा। ഒരു ഉയർച്ചയുടെ പിന്നിൽ ഒരു ടെസ്റ്റ് ദൈവം തരും. ये उद्धार उठने से पहले एक परख परमेश्वर की ओर से है। അതിൽ നമ്മൾ ജയിച്ചാൽ നമുക്ക് പ്രൊമോഷനായി. अगर उसमें हम विजयी होते हैं तो हमारा पदोन्नति है, तरक्की है। Praise the Lord. हालेलुया। ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അനന്തരം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ. उत्पत्ति 22वें अध्याय में पढ़ते हैं, तत्पश्चात परमेश्वर ने याकूब का परख इस रीति से किया है करके लिखा है। മതി അവിടെ മതി. അപ്പോൾ ദൈവം അബ്രഹാം को परख ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ചെയ്ത പണി എന്തുവാണ്? തനിക്ക് കൊടുത്ത, താൻ സ്നേഹിക്കുന്ന, വർഷങ്ങളായി കാത്തിരുന്ന ആ മകനെ കൊടുത്ത് യാഗം കഴിക്കാനായി. परमेश्वर अब्राहम को जब परखना चाहा तो वो परख ऐसा कठिन था कि वर्षों से इंतजार करने के बाद वायदे का द्वारा प्राप्त किया हुआ इकलौता पुत्र इसहाक को बलि चढ़ाने के लिए परमेश्वर ने हुक्म दिया। പറ്റുമോ? क्या संभव है? ഞങ്ങൾ ഇന്നലെ ജോയ് പാസ്റ്റർ വീട്ടിലാണ് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് പോയത്. कल दोपहर को जोई साहब के घर में भोजन के लिए जब गए, അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ
ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. और काफी अर्से से इस जगह में परमेश्वर की सेवकाई वो कर रहे हैं. ഞാൻ ഈ കെട്ടിടം കണ്ടു. ഞാൻ ഇവിടെ റെന്റിന് എടുത്തായിരുന്നു. ഈ 4 നില ദൈവസഭയ്ക്ക് വേണ്ടി ഇവിടെ പണിയാൻ എത്രയോ കോടികൾ ഇതിന് ആവശ്യമായിരുന്നു. मैं ये बिल्डिंग सोच कर देख करके मैंने सोचा कि किराए पे लिया होगा, लेकिन इसको बनाने के लिए कितने करोड़ों का आस्ती लगा होगा. ദീർഘവീക്ഷണമുള്ളവർക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. जिसका दीर्घ दृष्टि हो वही इस तरह का कार्य कर सकते हैं. ഞാൻ പറയാൻ വരുന്നത്, मैं बोलने जो आ रहा हूँ, അദ്ദേഹം ഡൽഹിയുടെ പ്രസിഡന്റ് ആയിരുന്നു. वो दिल्ली स्टेट का अध्यक्ष रहे. ഇപ്പോൾ അദ്ദേഹം അത് കളഞ്ഞു. अब उन्होंने छोड़ दिए. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞപ്പോൾ അത് കളയാൻ കാണിച്ച മനസ്സാണ് ദൈവം ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തതായിരിക്കാം. परमेश्वर की आत्मा ने जब उनको बोला तो उनको छोड़ने के लिए जो मन है वो परमेश्वर ने हो सकता है उनको परखा होगा. നമ്മൾ ഈ ലോകത്തിലെ രാഷ്ട്രീയക്കാരെ നോക്കിയാലും ആത്മീയത്തിലെ രാഷ്ട്രീയക്കാരെ നോക്കിയാലും മരണത്താൽ അല്ലാതെ ഇവർ പൊസിഷനപ്പെടുന്ന പ്രശ്നം. हम संसार की राजनीतिज्ञों को देखें या कलीसिया के राजनीतिज्ञों को देखें तो भी जब तक सांस ना जाए तब तक कुर्सी ना जाए. ചില നമ്മുടെ നേതാക്കന്മാരൊക്കെ ചുവനേരം പ്രസംഗിക്കാനോ വർത്താനം പറയാനോ ഈ വിറയിലും തുടങ്ങി. എന്നിട്ടും കസേരന് വിടുന്ന പ്രശ്നമില്ല. हमारे कई अगुवे लोग ऐसे हैं अपने बोलने में भी असमर्थता, शारीरिक कमजोरी की वजह से होने के बावजूद ऐसे चिपके बैठे हुए हैं, कुर्सी नहीं छोड़ रहे, आसन नहीं छोड़ेंगे. ഡൽഹിയുടെ പ്രസിഡന്റ് സ്ഥാനം ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഞാൻ കേജോയ് പാസ്റ്ററോ എന്ന് ഞാൻ ചോദിച്ചു. जब मालूम पड़ा कि दिल्ली का अध्यक्ष पास्टर सैमुअल थॉमस है तब मैंने पूछा पास्टर केजोई साहब कहाँ गए. അപ്പോൾ സാധാരണ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ട് മാറുമ്പോഴാണല്ലോ താഴെ ഒരാൾക്ക് ഈ സ്ഥാനം കൊണ്ട് കിട്ടുന്നത്. साधारणतया जो ऊपर बैठे हुए व्यक्ति उनको प्रमोशन पदोन्नति जब मिलता है ऊपर की कुर्सी पे जाते हैं तब नीचे का कुर्सी खाली होता है तो नीचे वाला ऊपर आते हैं. കസേര വിടാൻ കഴിയണമെങ്കിൽ അതിനൊരു കൃപ വേണം. अगर कुर्सी छोड़ना है तो उसके लिए अनुग्रह की जरूरत है. Praise the Lord. हालेलुया Hallelujah. हालेलुया. സ്നേഹിക്കുന്നതിനെ, ഇഷ്ടമുള്ളതിനെ ക്രൂശിക്കുവാൻ, യാഗം കഴിക്കുവാൻ ദൈവം കൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. जिसको हम प्यार करते हैं, अति प्रिय है और परमेश्वर अति श्रेष्ठ है, उसको परमेश्वर कहे बलि चढ़ा दो, अर्पण कर दो, तो उसको करने के लिए एक मन हमारे अंदर होना चाहिए. അതുകൊണ്ട് എന്ത് ഗുണം പറ്റി? 15 വാക്യം വായിച്ച് 15-16. उससे क्या हुआ? 15 से लेकर क्या तो कम पड़ेंगे. യഹോവയുടെ ദൂതൻ രണ്ടാമത് ആ. ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ചരുളി ചെയ്തത്, ആ. നീ ഈ കാര്യം ചെയ്തു ആ. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് परमेश्वर आसमान से देखकर बोला ये तू अपनी इकलौता पुत्र को देने रख नहीं छोड़ा, इसीलिए ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. हालेलुया. ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. मैं बहुत से तुम्हें आशीष दूंगा. നിനക്ക് കിട്ടിയത് ഇത് വലിയതാണെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് വിടേണ്ടതൊക്കെ കൊണ്ട് വിട്ടുകൊടുക്കുക. तुम्हारे पास जो मिला है वो बहुत बड़ा है करके उसको दबा के पकड़ कर मत रहो, उसको छोड़ दो. परमेश्वर बहुत ऐसे आशीष देगा. ചിലത് വിടാൻ പറയുന്നു. നിന്നെ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുവാനായി. कुछ चीजों को छोड़ने के लिए परमेश्वर कहता है तो बहुत आशीष देने के लिए परमेश्वर कहता है. Praise the Lord. हालेलुया. ചില ദൈവദാസന്മാരൊക്കെ ഗൾഫിലൊക്കെ വരും. कई परमेश्वर के दास लोग गल्फ में आते हैं. എനിക്ക് തോന്നുന്നു ഇത് പണിയാനായിട്ടുള്ള പണം മിക്കവാറും ജോയി പാസ് ഈ ലോകം മൊത്തം ചവിട്ടി നടന്നിട്ട് കിട്ടിയ പൈസ ഒക്കെ കൊണ്ടുവന്ന് ഇതിന് ചെലവഴിച്ച് കാണും. मैं समझता हूँ कि पास्टर जोई साहब जो जगह जगह जाते थे और उससे उनको मिले हुए पैसे सब इसको बनाने के लिए इस्तेमाल किए. ചില കിട്ടുന്ന പൈസ കയ്യിൽ കുറച്ച് കാശ് കിട്ടിയാൽ പിന്നെ ഒരു മനുഷ്യന് കൊടുക്കത്തില്ല. कुछ लोग ऐसे हैं कि थोड़ा पैसे हाथ में आ जाए तो किसी को दिखाएंगे तो ना अपना मुंह ही दिखाएंगे किसी को. ഇത് ആരെങ്കിലും ചോദിച്ചാൽ വലിയ പ്രശ്നമാവുകയും ചെയ്യും. और कोई पूछे तो बड़ा समस्या खड़ा कर देंगे जी. എന്നാൽ അത് ദൈവനാമത്തിന് വേണ്ടി ചിലവിടുമ്പോൾ लेकिन वो परमेश्वर के नाम के लिए जब खर्चते हैं ഹല്ലേലൂയ, ദൈവം പിന്നെയും ഐശ്വര്യമായി അനുഗ്രഹിക്കും. परमेश्वर फिर से बहुत आयत से आशीष देगा. പല ദൈവമക്കളും വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോയെന്നാണ്. कई परमेश्वर के लोग सोचते हैं कि हमारे जेब में रहे हुए पैसे गया तो वो गया हमसे हमेशा. എന്നാൽ ദൈവപ്രമാണം അതല്ല പഠിപ്പിക്കുന്നത്. लेकिन परमेश्वर का व्यवस्था वो नहीं सिखाते हैं. കൊടുപ്പീരല്ല, നിങ്ങൾക്ക് കിട്ടും. जो तो तुम्हें दिया जाएगा. നീ അമർത്തി കൊടുക്കാതെ കൊടുത്താൽ നിനക്ക് അമർത്തി കൊടുക്കുക ഇങ്ങോട്ട് കിട്ടും. तुम बिना हिलाए दबाए दोगे तो भी तुम्हें हिला हिला कर दबा दबा कर उमड़ता हुआ तुम्हारे गोद में देगा. Praise the Lord. हालेलुया Hallelujah. हालेलुया. ഈ പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കുലുക്കുകുത്തെന്ന് പറയും. ഒന്ന് വെച്ചാൽ രണ്ട് കുല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കുക. पहले इधर सड़कों में दिखते हैं जो वो क्या कह रहे हैं इसको
डब्बे में जो वो कौड़ी डाल करके हिला करके रखते हैं, जो आता है उस जिस पे आता है वो मिलता है करके। ഞാൻ പറയുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലയൻസിന്റെ ഷെയർ എടുക്കുന്നൊന്നുമല്ല. मैं कहता हूं कि सबसे बेहतर निवेश का जो बात वो नहीं है, रिलायंस का शेयर लेना नहीं है। കർത്താവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തോ നിന്നിലുള്ള കാശ് ആരെങ്കിലും ദൈവം നിനക്കും നിന്റെ സന്തതിക്കും ഒരിക്കലും മുടങ്ങാതെ നിന്നെ ആരെങ്കിലും സ്ഥലം പോരാതെ വരുവോളം ദൈവം അനുഗ്രഹിക്കും. परमेश्वर के राज्य के लिए निवेश करो, परमेश्वर तुम्हें और तुम्हारे संतानों को इतना अद्भुत आशीष देगा, तुम्हारे पास जगह भी कम पड़ जाएगा। ഇതിനാൽ എന്നെ പരീക്ഷിച്ചോന്ന് ദൈവം വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. परमेश्वर चुनौती देता है, इसके जरिए मुझे परख लो करके। Praise the Lord. Hallelujah. അതുകൊണ്ട് നിങ്ങളുടെ ഈ ദശാംശം കറക്റ്റിന് എണ്ണി കൊടുത്താൽ അത് അനുഗ്രഹമാണ്, അല്ല വാരി കൊടുത്താൽ വാരി കിട്ടും. इसीलिए दशमांश गिनकर देंगे तो आशीष है, लेकिन मुट्ठी भर भर के देंगे तो और अधिक आशीष है, ऐसे ही मिलेगा। നമ്മളെ ഈ എണ്ണി ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് വലിച്ചൊക്കെ ഇങ്ങനെ കൊടുത്താൽ അതുപോലെ ആയിരിക്കും ഇങ്ങോട്ടും കിട്ടുന്നത്. हम किस रगड़ रगड़ करके गिन के देंगे तो रगड़ रगड़ करके हमको मिलेगा जी। ഇങ്ങനെ വാരി അങ്ങോട്ട് കൊടുക്കുക. मुट्ठी भर के दो। നമ്മുടെ ഈ കൊച്ചു കൈ കൊണ്ട് വാരി അങ്ങോട്ട് കൊടുത്താൽ ദൈവത്തിന്റെ മുന്നിൽ കൈ കൊണ്ട് വാരി हम ഇങ്ങോട്ട് अपने തരും. छोटे हाथ से मुट्ठी भर के देंगे तो परमेश्वर अपने बड़े हाथ से मुट्ठी भर के देगा। മേരിക്കോര് പറഞ്ഞ വേറൊരു ഉദാഹരണം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. सिस्टर मेरी को एक और उदाहरण मैं बोलना चाहूंगा। ഈ സ്കൂൾ വിട്ട് വരുമ്പോഴേ स्कूल से छोड़कर आते में നമ്മുടെ നാട്ടിൽ പണ്ട് പാടക്കടകൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. കൊച്ചു മുട്ടായികളും മറ്റേ ഇപ്പൊ കപ്പലണ്ടി ഒക്കെ ചെയ്ത് വിൽക്കുന്നത്. रास्ते में खोखे जो होते हैं, दुकान छोटे छोटे चीजें बेचने वाले, मिठाई वाला बेचने वाले खोखे। ഒരു ചെറുക്കൻ ഒരു കടയിലോട്ട് ചെന്നു. एक लड़का एक दुकान में गए, खोखे में गए അവിടുത്തെ ഈ കൊച്ചു മുട്ടായി പാത്രം കടന്നു പോയി. और वहाँ का टॉफी रखे हुए बर्तन जो पलट गया था, वो बिखर गया सारा। കടക്കാരൻ ബിസിയാണ്. ഈ ചെറുക്കനോട് പറയണത് ഇതല്ലേ വാരിയിടാൻ പറഞ്ഞു. दुकानदार बिजी था दूसरे ग्राहक को देखने में, इसलिए उस बच्चे से बोला बेटा इसको बोतल में भर दे। ആ കൊച്ചൻ അതെല്ലാം എടുത്ത് പാട്ടക്കകത്തിട്ട് കൊടുത്തു. वो सब लेकर के डब्बे में भर के दे दिया എന്നിട്ട് അതിനോട് നീ ഒരു കൈ വാരിക്കോളാൻ പറഞ്ഞു. और फिर उसको बोला कि तू एक मुट्ठी भर के ले ले। അവൻ വാരിയില്ല. वो नहीं उठाया, അവൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. वो ऐसे हाथ दिखा दिया। അവന്റെ കൈ വച്ചതാ. उनका हाथ छोटा है ना, കടക്കാരന്റെ കൈ വലുതാ. वो दुकानदार का हाथ जो है, अंकल जी का हाथ बड़ा है जी। അവൻ വാരിയാൽ ഈ കൈക്കകത്ത് കൊടുത്തേ वो उठाएंगे तो थोड़े से ही आएंगे। കടക്കാരൻ ഈ കൈ കൊണ്ട് വാരിയാൽ ഇങ്ങനെ വെച്ചിട്ട് दुकान वाले अंकल जी मुट्ठी भरेंगे तो बड़ा मुट्ठी में अपने हाथ में आ जाएंगे। നമ്മുടെ കൊച്ചു കൈ കൊണ്ട് വാരി അങ്ങോട്ട് കർത്താവിന് കൊടുക്കുക. വലിയ കൈ കൊണ്ട് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു. हमारे छोटे हाथ से प्रभु के लिए दो, परमेश्वर के बड़े हाथ से लेने के लिए तैयार है। ഹല്ലേലൂയ. हालेलुया। എനിക്ക് തോന്നുന്നത് പല ഈ പാസ്റ്റർമാർക്കും കാശ് കിട്ടാത്തതിന്റെ കാര്യം, ഇവർ ദൈവദാസന്മാരല്ലയോ, ഇവർ വാങ്ങിച്ചല്ലേ കഴിക്കുന്നത്, കൊടുത്ത് കഴിച്ച് അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ല. मुझे लगता है कि कई पासवान लोगों के अंदर जो कमी इसीलिए है कि वो लेकर के खाते हैं, देने की आदत उनके अंदर नहीं है। കൊടുത്തില്ല കിട്ടത്തില്ല. अगर नहीं दोगे तो नहीं मिलेगा, ध्यान रखना। കൊടുത്തില്ല കിട്ടുമെന്ന जो तो तुम्हें दिया जाएगा लिखा है അത് जी। വിശ്വാസിക്ക് മാത്രമല്ല, वो विश्वासी के लिए नहीं, പാസ്റ്റർമാർക്കും അങ്ങനെ തന്നെ. पास्टर के लिए भी वही है। നമുക്ക് തേങ്ങിട്ട് വേണ്ടേ കൊടുക്കാനല്ലേ? पूती नहीं हो रहा तो कहां से देंगे भैया? കിട്ടണമെങ്കിൽ കൊടുത്തു നോക്കി. अगर पाना है तो दे के देखो। ഹല്ലേലൂയ. हालेलुया। ദൈവം വെല്ലുവിളിച്ച് ചോദിച്ചത്, നിങ്ങൾ മലാക്കി 3:10 മുതൽ വായിച്ചു നോക്കിക്കോ. मलाकी 3 अध्याय को पढ़कर देख, 10 से लेकर के पढ़कर എന്റെ देख। ആലയത്തിൽ ആഹാരം ഉണ്ടാകാൻ ദശാംശം മുഴുവൻ ഇങ്ങ് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ നിഗ്രഹിക്കയില്ലയോ എന്ന് ഇതിനാൽ എന്നെ പരീക്ഷിപ്പിന്ന് ദൈവം വെല്ലുവിളിച്ചു. എന്നാലും നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വെല്ലുവിളി ഏറ്റെടുക്കുന്നേ. मेरे आले मंदिर में भोजन की कमी ना हो, इसीलिए तुम्हारे दशमांश को पूरा लेकर आओ, तो मैं आसमान का झरोखे खोल करके तुम्हारे ऊपर बहुत ऐसे आशीष दे दूंगा नहीं, क्या करके परख कर देखो करके परमेश्वर का आह्वान करता है। ആരൊക്കെ നമ്മുടെ ഈ മറ്റു ബന്ധുക്കോസിലായി ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു കൺവെൻഷൻ നടത്തുന്നു, ഒരു ദാരിദ്ര്യം പിടിച്ച അനൗൺസ്മെന്റുകളൊക്കെ നടത്തുന്നറിയാം. हमारे कई के लिए पेंटिकोस्ट के लिए आए, टीपीओ को छोड़ करके एक कन्वेंशन करते हैं, वार्षिक आयोजन करते हैं, तो अनाउंस मंच में से पैसे के लिए पैसे दे दो घटिया करके चिल्लाते रहते हैं जी। കൺവെൻഷൻ പോയി നോക്കാം. लेकिन टीपीओ को कन्वेंशन जाते हैं, ഒരു അനൗൺസ്മെന്റ് कोई भी वहां पर फंड
फंडरेजिंग का अनाउंसमेंट नहीं है। എല്ലാ ദിവസവും ചെല്ലുന്നവർക്കെല്ലാം സാപ്പാടാണ്. और हर दिन पहुंचने वाले हर किसी के लिए भोजन भी है वहाँ। വിശ്വാസികളെ കൊട്ടുകണക്കിന് അരിയും സാധനവും എല്ലാം കൊണ്ട് കൊടുക്കുന്നത്. विश्वासी लोग बोरे बोरे भर के अनाज और सब्जी ला करके पटक देते हैं वहाँ पे। അവര് ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഭൗതികമായ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. वो आत्मिक तौर पर अनुग्रह पा रहे हैं या नहीं पा रहे हैं मुझे नहीं पता, लेकिन भौतिक तौर पर बहुत आशीषित हो रहे ഒരു കുഴപ്പമില്ല. അവിടെ പോയി നമുക്കൊരു പാട്ട് പാടാനും പറ്റത്തില്ല, സാക്ഷി പറയാനും പറ്റത്തില്ല, ദൈവം എന്തോ പ്രേരിപ്പിച്ച ഒരു വാക്യം വായിക്കാനും പറ്റത്തില്ല. അവർ പറയുന്ന കേട്ട് അവിടെ ഇരുന്നാൽ മതി എന്നുള്ളത്. एक ही कमी है कि वहां पर ना जाकर हमें खुश किए हुए गाना गा सकते हैं, हमारे जीवन में किए हुए एक भलाई का गवाही नहीं दे सकते हैं और कुछ आयत पढ़ नहीं सकते हैं, लेकिन वो ये जो वो कहते हैं उसको सुनते हुए बैठे रहना वहां पर। ഇവിടെയാണ് ഉപദേശിക്കട്ടെ വലിയ വിശ്വാസികളാണ് അവിടെ ഇരിക്കുന്നത്. यहाँ तो पादरी साहब से भी बढ़ करके उपदेशक बैठे हुए हैं। അവര് പ്രബോധിപ്പിച്ചതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഉപദേശിച്ചു പറഞ്ഞു. उनके बोलने के बाद अगर समय हो तो पादरी साहब बोल लेना जी, അതും നല്ലതല്ല. वो भी अच्छा नहीं है। എല്ലാം നടത്തിപ്പുകൾക്ക് കീഴ്പ്പെടാനായിട്ട് നമുക്ക് കഴിയണം. सब चीज व्यवस्थाओं के अधीन रहने के लिए हमसे संभव होना चाहिए। ഒരു കാര്യം പറയാം. एक बात मैं कहना चाहूंगा, നമ്മുടെ ഇവിടെ നിന്ന് ആരെങ്കിലും ഒരു ലീഡർ, പാട്ട് പാടുന്ന ആളായാലും പ്രസംഗിക്കുന്ന ആളായാലും അല്ലെങ്കിൽ ഇവിടെ അധ്യക്ഷൻ ചെയ്യുന്ന ആളായാലും നമ്മുടെ കരങ്ങൾ ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പോൾ അത് ദൈവം പറയുന്നത് പോലെ കേട്ട് ഏറ്റെടുത്ത് ചെയ്താൽ അത് നമുക്ക് അനുഗ്രഹമാണ്. हालेलुया। नेतृत्व करने वाले या गीत का नेतृत्व करने वाले कोई भी परमेश्वर का जन मंच पर खड़े होकर के हम हाथ उठा करके परमेश्वर के धन्यवाद करेंगे करके जब आह्वान करते हैं, वो परमेश्वर के आह्वान की तरह कबूल करके उसको पालन करेंगे तो वह हमारे लिए अनुग्रह का कारण बनेगा। അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും അനുസരണത്തിന്റെ ആത്മാവാണ്. आज्ञा मानना बलिदान से और कान लगाना और मेढ़ों के चाबी से भी उत्तम है करके प्रभु के वचन लिखा है। आज्ञा मानना हमारे लिए सर्वोत्तम है। അനുസരണക്കേടിന്റെ ചിന്ത നമ്മളിൽ വരുമ്പോൾ അവന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കണം. जब अनाज्ञाकारिता का विचार हमारे मन में जब आते हैं, उसके सर पे एक बार देना चाहिए। ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയാന്ന് പറയുമ്പോ ഒക്കെ അങ്ങോട്ട് പറഞ്ഞോണം. ഈ നമ്മൾ പറയുന്ന ഓരോ ഹല്ലേലൂയയ്ക്ക് കാശിക്കൊണ്ടിരിക്കുമെന്ന്. हमें हालेलुया बोलने के लिए जो आह्वान होता है तो हाथ उठा करके पूरी हाथ उठा करके हालेलुया कर लेना, क्योंकि हर एक हालेलुया का प्रतिफल परमेश्वर देगा। ചുമ്മാ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞോണ്ട് നടന്നു തമ്പുരാൻ കാശ് തരുമെന്ന്. ऐसे ही स्तुति और हालेलुया करते हुए चलते फिरो, परमेश्वर आशीष ऐसे देगा आपको। ജീവിതത്തിലെ ബന്ധനങ്ങളുടെ ഐക്യതകൾക്ക് നീ സ്തോത്രം ഹല്ലേലൂയ പറ. ദൈവത്തെ മഹത്വപ്പെടുത്ത്. जीवन के सारे बंधनों से अगर आजाद होना है तो दिल खोल करके परमेश्वर के धन्यवाद स्तुति करो, परमेश्वर की महिमा करो। 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ പറയുക. पहले कोरिन्थियों 6 अध्याय इस विषय संबंध नहीं है, तो भी 19-20 വാക്യം 19 और 20 അവിടെ എഴുതി വായിച്ചു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ആ നിങ്ങളുടെ ശരീരം നമ്മുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എന്ന് നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുന്നു. ഇത് നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങി തന്റെ പൊന്നുവെള്ളി കൊണ്ടൊന്നും അല്ല, തന്റെ വിലയേറിയ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് നമ്മള്. നിങ്ങൾ താന്താന്മാർക്കുള്ളവരല്ല എന്ന് ഇനി അറിയുന്നില്ല. നമ്മുടേതല്ല, എന്റെ കണ്ണ എന്റെ മൂക്കെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ഓ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. രണ്ട് കൈകളും അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. നമ്മുടെ കാലുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. हमारा जीवन परमेश्वर की महिमा करने के लिए है। നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. हमें वो दाम देकर मोल लिया है, ഇതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. इसलिए इससे हमारा परमेश्वर का महिमा करना है। വിട്ടാതിരിക്കുവാനായിട്ടല്ല. इसलिए मुंह पर ताला लगा कर बैठने के लिए नहीं, ദൈവത്തെ മഹത്വപ്പെടുത്തുക. परमेश्वर की महिमा करे। ഞാന് അന്ന് പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? जिस दिन पहले आया था मैंने जो बोला वो बात आपको याद है? നിങ്ങൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക. आदि उच्च स्वर में परमेश्वर का धन्यवाद करो, ഉച്ചത്തിൽ കൈയടിക്കുക. जोर से ताली बजाओ परमेश्वर के लिए। ദൈവം നിങ്ങളെ ഓടിച്ചിട്ട് മാനിക്കണം. परमेश्वर तुम्हें दौड़ा दौड़ा करके आदर देगा। ഹല്ലേലൂയ. हालेलुया। ഈ കരിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ ഭാര്യയുടെ വീടാണ്. मेरे ससुराल में
जो जगह पर है അവിടെ രണ്ട് സഹോദരന്മാരെ ഞാൻ പരിചയപ്പെട്ടു. वहाँ दो भाइयों को मैंने परिचय किया है. ഒരാളിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ കച്ചട, അതായത് നമ്മുടെ ഈ പത്രം, ഈ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിലക്ക് വാങ്ങിച്ച് വിൽക്കുന്ന ഒരാള്. एक है जो रद्दी के व्यापार करते हैं ഒരാള് മിൽമയുടെ പാല് കൊണ്ടുപോയി വിൽക്കുന്ന ആള്. और दूसरा व्यक्ति दूध के पैकेट को बिक्री करता है. ഇവര് കർത്താവിന് വേണ്ടി വളരെയേറെ പ്രവർത്തിക്കുന്നു. ये परमेश्वर के लिए बहुत कार्य करता है. ഇവരുടെ ജോലി ഇത് തന്നെ. इनका पेशा यही है. ഞാൻ ഈ കർത്താവ് ഇവരെ ദൈവം എങ്ങനെ മാനിക്കും? मैं सोचा प्रभु इनको आप कैसे आदर करोगे? ഇവർ ദൈവത്തെ മാനിക്കും, ഇവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ये परमेश्वर को आदर करते हैं, परमेश्वर के लिए काम करते हैं, लेकिन आप कैसे इसका आदर करोगे? ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ല, ये पढ़ा लिखा नहीं है. ഇവർ ഏത് രീതിയിൽ ദൈവം അനുഗ്രഹിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചു. मैं सोचा कि इनको परमेश्वर किस रीति से आशीष देगा. കുറെ നാൾ കഴിഞ്ഞപ്പോ എനിക്കൊരു ടെലിഫോൺ കോൾ. कुछ समय के बाद मुझे एक फोन कॉल आया. അച്ഛാ ഞാനിപ്പോ ഷാർജയിലാണ്. पास्टर साहब मैं फलाना हूँ, मैं अभी शारजा में हूँ. ഈ പത്രം പഠിക്കുന്ന ആള് ഷാർജയിലെത്തി. ये रद्दी बेचने वाला व्यक्ति शारजा पहुँच गए जी. മറ്റേ ആളിന്റെ മക്കളെല്ലാം അവിടെ എത്തി. और दूध बेचने वाले के बच्चे सारे वहाँ पहुँच गए. ദൈവരെ മാനിക്കുവാനായിട്ട് ഇടയാക്കി. परमेश्वर को आदर किया. अब आप परमेश्वर को आदर करोगे तो परमेश्वर आपको आदर करेगा. സമയം കടന്നു പോയതുകൊണ്ട് എനിക്ക് നിർത്താനുള്ള ചെറിയ ശബ്ദങ്ങൾ ഇവിടുന്ന് കേൾക്കാൻ നോട്ട് ചെയ്തവരെ समय आगे बढ़ रहा है, इसलिए मुझे रोकने के लिए इशारा मिलने लगा है. कोई कमीज नहीं खींचा अभी तक. നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഞാൻ കുറച്ചുകൂടി ഇരിക്കാമെന്നുള്ളതാണ് നിങ്ങളുടെ മുഖം. लेकिन आप लोगों के चेहरा देख करके हमें लग रहा है कि और थोड़ा बैठने के लिए आपको तैयार है. നടത്തിപ്പുകാർ സമ്മതിച്ചാൽ ഞാൻ കണ്ടുപോകാം, ഇല്ലെങ്കിൽ ഞാൻ ഇരിക്കാൻ പോവാം. अगुवे लोग अगर इजाजत देंगे तो हम आगे चलेंगे, नहीं तो मैं बैठने जा रहा हूँ. മതി, ഇത്രയും മതി അല്ലേ? आज के लिए നമുക്ക് ഇത്രയെങ്കിലും ഒന്ന് അനുസരിച്ചാൽ മതിയല്ലേ? പിന്നെ अगर इतना ही हम मान लेते हैं तो बहुत काफी हमारे लिए. ദൈവത്തിൽ നമ്മൾക്ക് നമ്മൾ മനസ്സാന്തരപ്പെടുക. पहला हमें मन फिराना है. അല്ല, നമുക്ക് തന്നെ തോന്നും ഞാനൊരു തെറ്റ് ചെയ്തിട്ട്, ഞാനൊരു കുറ്റം ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഓർത്തുകൊള്ളുക, അതിന്റെ പിന്നെ ദൈവം അനുഗ്രഹം ഒരുക്കി. और अब सोचें कि हमने कोई गलती नहीं की, लेकिन फिर भी आप मन फिराएं, पर उसके पीछे परमेश्वर ने अपना हाथ बिछाया हुआ है. 23 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 23 भजन में ऐसा लिखता है, എന്റെ ശത്രുക്കൾ നീ എനിക്ക് മേശ. शत्रुओं के सामने तू मुझे मेज बिछाता है. നമുക്ക് ശത്രു ഉണ്ടാകുമ്പോൾ പ്രയാസമാണ്. हमें जब दुश्मन बढ़ते हैं तो हम परेशान हो जाते हैं. ശത്രുവിനെ നീക്കിക്കളയാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. हम प्रार्थना करते हैं, प्रभु मेरे दुश्मन को तू यहाँ से हटा दे. ശത്രു അവിടെ ഇരിക്കട്ടെ, शत्रु को वहीं रहने दे. നിന്റെ തകർച്ച കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവം. तुम्हारा सत्यानाश देखने के लिए आंख में तेल लगाकर बैठे हुए शत्रु के सामने तुम्हारे लिए मेज बिछाने वाला परमेश्वर है. ശത്രുക്കൾ എന്നേക്കും നീ കൂടുതൽ സ്തോത്രം ചെയ്യ്, നീ കൂടുതൽ പ്രാർത്ഥിക്ക്. പിന്നെ അതിന്റെ പിന്നിൽ शत्रु बढ़ते हैं और स्तुति कर और धन्यवाद कर और प्रार्थना कर, परमेश्वर कार्य करेगा. Praise the Lord. हालेलुया, Hallelujah. हालेलुया. എന്തുകൊണ്ട് കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരും? हमारे जीवन में कष्ट क्लेश क्यों है? യോബിനോട് ചോദിച്ചാൽ യോബ് പറയും, आयुब से पूछेगा तो वो बोलेगा, ഞാൻ അവരെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. केवल उनके बारे में सुना ही था मैंने. ഞാൻ അവരുടെ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ मैं अपने क्लेश के बीच में से गुजरा, ഞാൻ അവരെ കാണുവാനിടയായി. मैं उनको देखा. അതിലെ 19 അധ്യായത്തിൽ അവൻ പ്രത്യാശയോടെ വിളിച്ചു പറഞ്ഞു, 19वें अध्याय में वो आशा के साथ बोला, എന്റെ ശരീരം ഇങ്ങനെ ക്ഷയിച്ചു പോയാൽ मेरा देह ऐसे गल जाए तो भी ഞാൻ ദേഹസഹിതനായി അവനെ मैं देह के साथ मेरे प्रभु को देखूंगा. ഹല്ലേലൂയ. हालेलुया. 52 അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബ് പറയുകയാണ്, ഞാൻ അവനെ കണ്ടു. 42वें भजन अध्याय में आयुब कहता है, मैंने उसको देख लिया. അവൻ സഹിച്ച സകല കഷ്ടതയ്ക്കും മറുപടിയായി ദൈവം അവൻ ഉള്ളതൊക്കെയും ഇരട്ടിയായി കൊടുത്തു. उसने जितना तकलीफ और जितना पीड़ा सहा, जितना नुकसान सहा, वो सबके दुगुना परमेश्वर ने उसको लौटा दिया. കാരണമില്ലാതെ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇതിന്റെ പിന്നിൽ ഒരു അനുഗ്രഹം വരാൻ പോകുന്നു. अगर बिना कारण अगर आप प्रताड़ित और पीड़ित किए जा रहे हैं तो आश्वस्त हो कि इसके पीछे एक बहुत बड़ा आशीष आने वाला है. ഹല്ലേലൂയ. हालेलुया. മാനസാന്തരപ്പെടാനുള്ള നമ്മുടെ ജീവിതത്തിലെ ഗുരുവിനെ കണ്ടുടൻ ഉണർന്നാൽ ദൈവം പിന്നെ നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് हमारे जीवन की कमियों को देख करके हम और जागृत और सचेत हो जाएंगे तो परमेश्वर और अधिक हमको आशीष देगा. ഹല്ലേലൂയ. हालेलुया. ദൈവ
ദൈവജനത്തിന് എല്ലാം നന്മയ്ക്കായി കൂടിയാണ്. परमेश्वर के लोगों के लिए सब कुछ मिलकर भलाई को उत्पन्न करता है. ദൈവത്തോട് അടുത്ത് നിൽക്കുക. परमेश्वर के निकट चलो. ഈ നമ്മുടെ ചില പിള്ളേരെ അടിക്കാൻ പിടിക്കുമ്പോൾ ചിലർ ഓടും. कुछ बच्चों को मारने के लिए छड़ी लेकर जाते हैं तो कुछ तो भागते हैं. ചിലർ എന്ത് ചെയ്യുന്നറിയാവോ? कुछ क्या करते हैं? കേറി അങ്ങ് പിടിച്ചു ഇവൻ അടിക്കലേ. लपट जाते हैं, पाँव में लिपट जाते हैं. അവന് ഏറ്റവും കുറച്ചടിയേ കിട്ടത്തുള്ളൂ. वो उसको मार कम मिलेगा बल्कि नहीं मिलेगा. കിട്ടത്തേ ഇല്ല. കാരണം അപ്പത്തെ കാലല്ല അവൻ അടിക്കുന്നത്. നമുക്ക് അപ്പന്റെ കാലേ വിടാം. हम अपने बाप के पाँव में गिरे. എന്റെ കുറവോട് ക്ഷമിക്കണമേ. मेरे गलतियों को माफ कर दे. ക്ഷമിക്കണമേ. मेरे बाप की गलतियों എന്നെ को അനുഗ്രഹിക്കണമേ. मुझे आशीष कर എന്നെ प्रभु. സഹായിക്കണമേ. मुझे आशीष कर प्रभु, मदद कर प्रभु. ഹല്ലേലൂയ. हालेलुया. അവർ യഹോവയോട് നിലവിളിച്ചു. उन्होंने यहोवा की दुहाई दी. അവൻ അവരെ അവരുടെ കഷ്ടങ്ങൾ വിടുവിച്ചു. उनको उनके कष्टों से അവരുടെ छुड़ाया. സകല കഷ്ടങ്ങൾ വിടുവിപ്പാൻ കഴിവുള്ള हमारे ദൈവത്തെ सभी कष्टों से छुड़ाने के लिए सामर्थ्य നമ്മളെ हमें മാനിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. हमें आदर करने वाले परमेश्वर का हम सेवा करते हैं. ഈ ദൈവത്തെ സേവിച്ച് മാനിച്ച് നമുക്ക് പിൻപറ്റാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. इस वजह परमेश्वर को सेवा करते हुए, प्रेम करते हुए हम आगे बढ़े. इन वचनों से प्रभु हम सबको आशीष देने पाए. Praise the Lord. Hallelujah.